ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നും ഞാൻ ഓർക്കുന്ന കാര്യങ്ങൾ ടാരോയെക്കുറിച്ചുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് ഒരുപാട് ഉപകാരമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഗൈഡൻസ് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പൊതുവെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നത് നോക്കാം. എംപ്രസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. വളരെ പ്രതീക്ഷയിലാണ് എന്നാണ് കാണുന്നത്. ഏറ്റവും ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ത്രില്ലുണ്ട് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത്. ഇതിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിന് ചിലപ്പോൾ അത് പാസ്റ്റിൽ ചെയ്ത് പകുതി വെച്ച് നിങ്ങൾ നിർത്തി പോയ ഒരു കാര്യം വീണ്ടും അത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് അതിൽ ഒന്ന് പച്ച പിടിച്ച് വരുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരുപാട് സമയം എടുത്ത് നിങ്ങളുടെ എനർജി മുഴുവൻ എടുത്ത് ചില കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ചതിൻ്റെ ഒരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ തന്നെ പ്രയത്നത്തിൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന് ഉറപ്പിച്ച് നമുക്ക് തോന്നുമ്പോൾ ഉള്ളൊരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് ഇന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. 5 ഫയറിൻ്റെ എനർജിയാണ്. ചില ആൾക്കാരുമായിട്ട് ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കൂടുതൽ അത് വർക്ക് പ്ലേസിലുള്ള ഒരു ഇതാകാനാണ് സാധ്യത. നിങ്ങളുടെ ബോസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ അവരുടെ ചില ആശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. ഇത് പാസ്റ്റിലും ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് വിട്ടുകളയണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം മുഴുവൻ, നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം മുഴുവൻ മറ്റുള്ള ആൾക്കാർ കൊണ്ടുപോയി അങ്ങനെ അവർ സന്തോഷിക്കുന്ന ഒരു എനർജി. നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഫലവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു എനർജി. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ദേഷ്യവും ടെൻഷനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം മറ്റുള്ളവർ കൊണ്ടുപോയി അവർ സന്തോഷിക്കുന്നു, അങ്ങനത്തെ ഒരു എനർജി ആണ് ഇന്ന് ചില ആൾക്കാർക്ക് കാണുന്നത്. അപ്പം അതിൽ ഇതൊന്ന് പ്രതികരിച്ചാലോ ഇതൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റൂലല്ലോ, ഒന്ന് പ്രതികരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഫാമിലി ലൈഫിൽ പോലും ഇങ്ങനെ കുറേ അടിച്ചമർത്തലുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് ചില ആൾക്കാർക്കൊന്ന് ദേഷ്യമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്താലും കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ദേഷ്യം ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ഇടുന്ന എഫേർട്ട് ഒരിക്കലും കാണാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കണ്ട് അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നന്മ ചെയ്താലും നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കുക,
ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. നമ്മൾ നമ്മളൊരു കാര്യം സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളത് തുടങ്ങാതിരിക്കുക. ഇന്നത്തെ ദിവസം അത് തുടങ്ങണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം, നാളെ ഇത് സംസാരിച്ചാലേ പറ്റുള്ളൂ, ഇത് ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ, ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ പോകാൻ തുടർന്ന് പോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കിടന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് സംസാരിച്ചതിന് ക്ലിയർ ചെയ്യണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം നിങ്ങളത് സംസാരിച്ചാൽ സംഭവം കൂടുതൽ വഷളാവുകയുള്ളൂ, അല്ലാതെ അതിന് ഒരു അത് നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളെ ഇത് മറ്റുള്ളവർ നിങ്ങളെ മേൽ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് ശരിക്കും ഒന്നും സംസാരിക്കാതെ ഇരിക്കുക. മൗനമാണ് ചില സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയ ആയുധം. നമ്മളൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു ഹീലിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റിൽ കൊടുത്ത കാര്യങ്ങൾ, ഈ ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുത്ത കർമ്മ ഈ ഒരു ജന്മത്തിൽ അവരെല്ലാവരും കൂടെ തിരികെ തരുന്ന ഒരു എനർജിയാണ്. അതങ്ങ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അത് ഒരു എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ സന്തോഷകരവും സുഖകരവും ആവും. അതിലൊരു സംശയമില്ല. അപ്പം ഒരു കാരണവും ഇല്ലാതെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയുന്ന സമയം തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഇത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തൊരു കാര്യം ഇത് പറഞ്ഞ് തീർത്തോട്ടെ. അപ്പോൾ നമ്മളത് മൗനമായിരിക്കും തോറും അവരുടെ ആ ഒരു പറച്ചിൽ പതിയെ ഒഴിവായിക്കോളും. ഇതൊരു വൈരാഗ്യത്തോടു കൂടിയുള്ളൊരു മൗനമായിരിക്കരുത്. പറഞ്ഞോ, അങ്ങനെ ഒരു വൈരാഗ്യമല്ല വേണ്ടത്, ക്ഷമയാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾ അവർ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ ക്ഷമിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് നമ്മൾ കൊടുത്ത കാര്യമാകുമ്പോൾ നമ്മൾ ശരിക്കും ഒരാളിൻ്റെ നിന്ന് വാങ്ങിയ ഒരു കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു അക്കൗണ്ട് ക്ലിയർ ആകുന്നു എന്ന് മാത്രം ചിന്തിച്ച് വളരെ ക്ഷമയോടെ ഇരിക്കുക. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ പുറത്തുള്ള ആൾക്കാർ എന്തെങ്കിലും വന്ന്, ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കാം, അല്ലെങ്കിൽ പഴയ ക്ലയൻസ് ആയിരിക്കാം, ഒക്കെ വന്ന് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് കാമായിട്ട് ഒന്ന് കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ ദിവസം ശ്രമിക്കുക. നൈറ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ്, അതൊരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വളരെ ബുദ്ധിപൂർവ്വം ഇന്നത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ എടുത്തു ചാടി ഇന്ന് ഒരു തീരുമാനങ്ങളും എടുക്കാൻ പോകാതിരിക്കുക. നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ വളരെ കൂളായിരിക്കും, ഇന്ന് എനിക്ക് ഒരു തരത്തിലും ഇന്നത്തേക്ക് അങ്ങനെ ചിന്തിക്കുക. ഇന്നത്തേക്ക് മാത്രം ഞാൻ വളരെ കൂളായിരിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സ് വിചാരിക്കും, ഇന്ന് മാത്രം ചെയ്താൽ മതിയല്ലോ, നാളത്തേക്ക് നമുക്ക് എന്തും ആകാമല്ലോ എന്ന് വിചാരിക്കും. ഇതൊരു റേക്കിയുടെ പ്രിൻസിപ്പിൾസിലൊന്നാണ് ഇന്നത്തേക്ക്. അപ്പോൾ ഇന്നത്തേക്ക് മാത്രം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ഇന്നത്തേക്ക് മാത്രം ഞാൻ വളരെ ശാന്തമായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇനി എന്നും അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി ഇത് ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളുടെ മനസ്സിന് പറ്റില്ല, അത് ബുദ്ധിമുട്ടും. അപ്പം പിന്നെ ഇന്നത്തേക്ക് മാത്രമാകുമ്പോൾ മനസ്സങ്ങ് ശാന്തമായിക്കോളും. ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, അപ്പം അതങ്ങ് സഹിച്ചേക്കാന്ന് മനസ്സ് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ചെയ്യുക. ഇന്നത്തേക്ക് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ഇന്നത്തേക്ക് ഞാൻ എല്ലാവരോടും ക്ഷമിക്കും. അതും ഹൃദയത്തിൽ നിന്നുകൊണ്ട് ക്ഷമിക്കണം. വൈരാഗ്യത്തോടെയോ അങ്ങനെ ഇന്ന് മനസ്സിൽ ചിലപ്പോൾ അവരെ കാണുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കരുത്. വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് ഒരു ചലഞ്ചാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണെന്ന് മനസ്സിലാക്കുക. അതിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ എങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. ഇതിൽ ജയിക്കോ തോക്കോ, ഇതിൽ എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നതെന്ന് ദൈവം നോക്കും. അപ്പം നമ്മൾ അതിൽ ജയിക്കണം എന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലൂസ് നമുക്ക് പറഞ്ഞുതരും, ഇത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. പക്ഷെ നമ്മളുടെ മനസ്സാകുന്ന ആ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, നമ്മളെ വീണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചോദിച്ചോ, അങ്ങനെ പറഞ്ഞോ, അങ്ങനെ ചെയ്തോ. അതിൽ നിന്ന് നമുക്ക് എപ്പോൾ രക്ഷപ്പെടാൻ പറ്റും, അപ്പോഴും നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം
പുറത്തുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് നേരിടണം എന്നുള്ളതാണ്. ഒരു ഡിറ്റർമിനേഷൻ വേണം. ഇന്നത്തെ ദിവസം വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോറി, ചുമയൊക്കെ കുറഞ്ഞു കൂട്ടാ. ചെറിയ നമ്മളിങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ചെറിയ ചുമ വരും, അത്രയേ ഉള്ളൂ. താങ്ക് യു എല്ലാവർക്കും. നിങ്ങളെല്ലാവരും ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി. വീണ്ടും നൈറ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ് ഇന്നത്തെ. എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അത് ഇന്ന് തന്നെ മാറിപ്പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുക. അല്ലാതെ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആകുലപ്പെടാതിരിക്കുക. ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഇതെപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. പാസ്റ്റിൽ നടന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും നിങ്ങളെ ഭയപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. അപ്പം ഈ ഒരു സംഭവം വെറും ഓർമ്മകളായി തീരേണ്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ ഇത്രയും ഈ നിമിഷം വലുതായിട്ട് പെരുപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഇന്ന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ആ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ക്ഷമ കഴിഞ്ഞ ഒരു അഡ്വഞ്ചറായിട്ട് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണല്ലോ. അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ അഡ്വഞ്ചറസ് എന്ന് പറയുന്നത്. അപ്പം അത് ക്ഷമ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. റിസ്ക് എടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ചില റിസ്കുകൾ നമ്മളതൊന്ന് തുടങ്ങുക, ഇതെനിക്ക് പറ്റും എന്ന്. അപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ, അത് ചെയ്യാൻ ശ്രമിക്കുക. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾക്കൊരു നല്ല പ്രണയം, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തി, ഏറ്റവും നിങ്ങൾ കൂടെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ഈ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നെങ്കിൽ നിങ്ങളിലേക്ക് വന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ ഒരു ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. പാസ്റ്റിൽ ഈ ഒരാളുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കുറച്ച് നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. അത് കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നുന്നുള്ളത്. പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരാൾ തന്നെയാണ്. ആ വ്യക്തി വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അങ്ങനത്തെ ഒരു ഉറച്ച വിശ്വാസം ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. മാത്രമല്ല, ചിലപ്പോൾ ഇതേ ഒരു ഓർമ്മകൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാളിനും തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഒരു റീകൺസിലിയേഷനൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. സിക്സ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. ഇതൊരു 6 ഓഫ് വാൺസ് ആണ്. ഒരു റെക്കഗ്നിഷൻ ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പം ഇത് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ ഒരു ത്രില്ലാണ്. അപ്പോൾ ഇന്ന് ചെറിയ ചില വിഷമങ്ങളുള്ളതല്ലാതെ, മറ്റുള്ളവർ നിങ്ങളോട് വഴക്കിടാൻ വരാനൊക്കെ ഉള്ള അതല്ലാതെ, അത് നിങ്ങൾ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതല്ലാതെ പൊതുവേ ഇന്നൊരു വിക്ടറിയുടെ ഒരു ദിവസമാണ്. അപ്പം നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് ഈ വിക്ടറി നമ്മളിലേക്ക് എത്തൂല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ട് എന്ന് നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കണം. എന്തായാലും സക്സസ് ആണ്. എക്സാം പാസ്സാകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ട്രാവൽ ചെയ്യാനുള്ളൊരു എനർജി ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളൊരു എക്സാം ഇന്നത്തെ ദിവസം നിങ്ങൾ പാസ്സാകുന്നുണ്ടായിരിക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരുടെ എനർജി പെട്ടെന്ന് സെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാണുന്നത്. കൂടുതൽ ആൾക്കാർക്കും അങ്ങോട്ട് മാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്ത് സഹായമായാലും സ്നേഹമായാലും കെയറിങ് ആയാലും നിങ്ങൾ
അങ്ങോട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. എന്നാൽ ഈ ഒരു സമയം ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കും വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരോ ഒരാൾ കമൻറ്റിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മളെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ ആദ്യം നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും നമ്മൾ ഒന്ന് മൂവ് ഓൺ ചെയ്യുക. മനസ്സിലാക്കുക, ഈ ഒരു ഓർമ്മകളും ഈ വ്യക്തികളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഇപ്പോൾ പ്രസൻറ്റിൽ തരുന്നത്, ഇത് നമുക്ക് നല്ലതാണോ? അപ്പോൾ അല്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുത്ത് പൂർണ്ണമായും അവർക്ക് മാപ്പ് കൊടുത്ത് അവർക്ക് ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അവർ ഈ ഒരു തന്ന എക്സ്പീരിയൻസിന് നന്ദി എന്ന് പറഞ്ഞ് അവർ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. ഇതിൽ ഇപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, നമുക്കൊരു നല്ല ചായ കുടിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കുക, നല്ലൊരു ഡ്രസ്സ് വാങ്ങുക, സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യുക, നമ്മളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുക, പ്രാർത്ഥിക്കുക. നമ്മളൊന്ന് പാമ്പർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം മറ്റുള്ളവരാരും നമ്മളെ സ്നേഹിക്കുന്നോ പാമ്പർ ചെയ്യുന്നോ നമ്മൾ വിചാരിക്കരുത്, നമ്മൾ തന്നെ ചെയ്തു തുടങ്ങുക. അതാണ് സെൽഫ് ലവ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറേയധികം ആൾക്കാർ സെൽഫ് ലവ് ചെയ്യുകയല്ല ചെയ്യണത്. നിങ്ങൾ കൂടുതൽ ഗിവിങ് നേച്ചറുള്ള ആൾക്കാരാണ്, അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് കൂടി ഫോക്കസ്ഡ് ആകേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇൻഡ്യൂഷൻസ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇൻഡ്യൂഷൻ കൂടാനുള്ള ചില വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ത്രാടകം അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രാണായാമം ചെയ്യുന്നുണ്ടായിരിക്കാം. സ്ട്രെങ്താണ് ഇതിൽ. നിങ്ങൾക്ക് ജീവിതത്തോടൊരു കമ്പാഷൻ തോന്നുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളോടൊരു ദയൊക്കെ തോന്നുന്ന സമയം, സ്നേഹം തോന്നുന്ന സമയം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, എത്ര കരുത്തുണ്ട്, എത്ര കഴിവുകളുണ്ടെന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ സ്വയം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ കണ്ടല്ലോ, ഒരു സിംഹത്തെ മെരുക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ കാട്ടിലെ രാജാവായ സിംഹത്തെ മെരുക്കാൻ ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ ഒരു മനസ്സിനെ നമ്മൾ മെരുക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് പറ്റും. അത് ആദ്യം മനസ്സിലാക്കുക. ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചാണ്, ഒരു സെൽഫ് റിയലൈസേഷനാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ പറ്റൂല, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്തുന്ന ഒരു അപ്രതീക്ഷിതമായ ഒരു ചേഞ്ച് വരുന്നൊരു സംഭവം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഒരു പരിവർത്തനം, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലായിരിക്കാം. കാരണം ചില ആൾക്കാരുടെ ചിലപ്പോൾ പാസ്റ്റിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല, ഇപ്പം നിങ്ങളെ കാണാൻ വേറൊരു പ്രത്യേകത ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ നിറം മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ സ്കിൻ ടോണ് മാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ മാറിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ്. അപ്പോൾ ഇതിലും ഒരു ഇൻഡ്യൂഷനും സൈക്കിക് എബിലിറ്റിയും ഒക്കെ കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആകുന്നതിൻ്റെ ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം എന്നാണ് കാണുന്നത്. എവേക്കണിങ്. അപ്പം നമുക്ക് നേരത്തെ അത് തന്നെയാണ് കിട്ടിയത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ സോള് ഒരു അപ്ഗ്രേഡ് ചെയ്യുന്ന സമയമാണെന്നാണ് കാണുന്നത്. ഒരു ലെവല് മുകളിലേക്ക് പോകുന്നൊരു സമയമാണ്.
അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ മാനസികമായി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആകുലതകളും ഓവർ തിങ്കിങ്ങും ഒക്കെ വരുന്നുണ്ടായിരിക്കാം, ടെൻഷൻ വരുന്നുണ്ടായിരിക്കാം, എന്തോ കാര്യം മിസ് ചെയ്തു പോയി, എന്തോ ഒരു മിസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എപ്പോഴും നമ്മൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നിട്ടാണ് നമ്മളുടെ ലെവല് ഒന്ന് അപ്പാകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഒന്നും അറിയാതെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയല്ല ചെയ്യണത്. നമുക്ക് നമ്മളുടെ സോള് ആ ഒരു ലെവല് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒന്നുകിൽ ശാരീരിക പ്രശ്നങ്ങൾ തരും, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തരും. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മൂൺ കാർഡും ഈ ഒരു എവേക്കണിങ്ങും വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സ്ട്രെങ്ത്, ട്രാൻസ്ഫർമേഷൻ, മൂൺ കാർഡ് ആൻഡ് എവേക്കണിങ്. അപ്പം മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ഹീൽ ചെയ്യേണ്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഹീൽ ചെയ്ത് നിങ്ങളുടെ തന്നെ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങളൊരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടുന്നൊരു സമയമാണ്. അത് അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ശരിക്കും വിക്ടറി ആണ് എന്നുള്ളതാണ്, ജയമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. ഒരു ക്ലെൻസിങ് നടന്നാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരമാകട്ടെ മനസ്സാകട്ടെ, നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകൾ വരുന്നത് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള എനർജി ആദ്യം നമുക്ക് ശരീരത്തിലാണ് വരുന്നത്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ. അപ്പോൾ അത് ക്ലെൻസ് ചെയ്യുന്നതാണ് ഈ ശരീരം. അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നമുക്ക് അസുഖങ്ങളായിട്ട് വരുന്നത്. അത് ക്ലെൻസ് ചെയ്ത് നിങ്ങൾ ഒരു ലെവൽ അപ്പാകുന്നതിൻ്റെ ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കുറേ ഇൻഡ്യൂഷൻസൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അതാണ് ഇന്നത്തെ ദിവസം കൂടുതൽ നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ടാരോയെ കുറിച്ച് നിങ്ങൾ ടാരോ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് തുടങ്ങുക. പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും, നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുന്ന ആ ഒരു സമയം തന്നെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ പ്രാർത്ഥനകളും മെഡിറ്റേഷനും പ്രാണായാമവുമായി തുടങ്ങുക. നമ്മൾ എണീക്കുന്നത് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക. നമ്മൾ അങ്ങനെയുള്ള കുറേ പ്രാക്ടീസസ് ചെയ്യുക. പ്രാർത്ഥനകളിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഫസ്റ്റ് തോട്ട് തന്നെ ഒരു പോസിറ്റീവ് തോട്ടിൽ തുടങ്ങുക. കുറച്ച് സമയം നമുക്ക് പറ്റുമെന്നുള്ള സമയം ചെയ്ത് തുടങ്ങി കൂട്ടി കൊണ്ടുവരണം. പിന്നെ വൈകുന്നേരവും നമ്മൾ കൃത്യമായിട്ടും ഏതെങ്കിലും ഒരു മെഡിറ്റേഷനെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, പ്രാണായാമം ചെയ്യുക. നമ്മൾ ആദ്യം സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്ത് ഒരു സമയം അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് എങ്കിലും കൃത്യമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടാരോയെക്കുറിച്ച് കൂടുതലൊന്ന് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ബുക്സ് വാങ്ങി പഠിക്കുകയോ, ഒരു ടാരോ ഡെക്ക് ആദ്യം ഒരു ഡെക്ക് വാങ്ങിയാലും മതി. ഒരു റൈഡർ റൈറ്റിൻ്റെ ഒറിജിനൽ ടാരോ ഡെക്ക് വാങ്ങി അതൊന്ന് നിങ്ങൾ അതിൽ തന്നെ എക്സ്പ്ലനേഷൻസ് എല്ലാം ഉള്ള ഡെക്കുകളുണ്ട്. അത് വാങ്ങിയിട്ട് ഒന്ന് പഠിച്ച് തുടങ്ങിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു തൊണ്ടയിലൊരു ഇച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു യോഗത്തിൽ ഈ ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്കൊക്കെ അത് പഠിക്കാൻ പറ്റട്ടെ. പിന്നെ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.